ഹയ്യടാ, പുട്ടാലമ്മവൻ പുറത്തു പോവുകയാ. അകത്തു കയറി നോക്കാം, എന്തെങ്കിലും കിട്ടും. ഷടാ, ഉപകാരമുള്ള ഒറ്റ സാധനമില്ല. ഇതെന്താ, മന്ത്രമോ? ഉടമ മന്ത്രം. അതെന്തു മന്ത്രം? ചുമ്മാ ചൊല്ലി നോക്കി പുലിവാല് പിടിക്കണ്ട, അപ്പൂപ്പനോട് ചോദിക്കാം. വൈകാതെ. ഇതെനിക്കറിയാമെടാ, പണ്ട് ഞാൻ ഇതിനെപ്പറ്റി മന്ത്രവാദി പിള്ളേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പോളു. മറ്റാരുടെയെങ്കിലും സാധനം കയ്യിലുള്ളവരെ കൊടുക്കുന്ന മന്ത്രമാ. ക്ലിയർ ആയില്ല. നിന്റെ കയ്യിൽ വേറൊരാളുടെ സാധനമുണ്ടെന്ന് വിചാരിച്ചു. എങ്കിൽ ഈ മന്ത്രം ആരെങ്കിലും ചൊല്ലുന്നത് നീ കേട്ടാൽ കുഴപ്പമാ. എന്താ കുഴപ്പം? സാധനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ നിന്റെ അടുത്തു പറന്നു വരും. എടാ, എനിക്കൊരു ഐഡിയ. നമുക്കാ പിള്ളേരെ ഇത് വെച്ച് കൊടുക്കാം. എങ്ങനെ? ഇങ്ങു വാ, പറയാം. ആദ്യം നീ പോയി. അല്പം കഴിഞ്ഞ്. കിട്ടി, പോലീസിൻ്റെ ലാത്തി കിട്ടി. ഇത് ആ പിള്ളേരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടിടണം. ഇട്ടു. ദാ അവർ വരുന്നു. കയ്യിലെടുത്താൽ ഉടൻ മന്ത്രം ചൊല്ലാം. അന്നേരം പോലീസ് പറന്നെത്തും. എടുത്തടാ, എടുത്തു. ഇനി മന്ത്രം ചൊല്ലാം. ഇവർ കുഴപ്പമുണ്ടാക്കുമോ? മാത്തൻ പോലീസിൻ്റെ ലാത്തിയാ. മന്ത്രം ചൊല്ലിയാൽ അങ്ങേര് പറന്നു വരും. എന്തു ചെയ്യും? മാത്തൻ പോലീസിൻ്റെ മീശ മായ്ച്ചു കളഞ്ഞ് സംഗതി തമാശയാക്കിയാലോ? വേണ്ട, കുട്ടികൾ മന്ത്രം കേൾക്കാതെ ചെവി പൊത്താം. ചൊല്ലിക്കോ അപ്പൂപ്പ, സംശയമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇസ്തോസ്തോം കം മസ്തോസ്തോം കം ഉടമസ്തോം കം ഖം ഖം ഖം. അതാ വരുന്നു, പോലീസായിരിക്കും. അയ്യോ, പുട്ടാലുവമ്മാവൻ, ഇതെങ്ങനെ? ശരിയാടാ, മന്ത്രമെഴുതിയ ഓലയുടെ ഉടമസ്ഥൻ അങ്ങേരാടാ. ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല.